ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം നല്ലൊരു അടിപൊളി സ്പീക്കർ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്പീക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ എന്നല്ലേ, നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ വീഡിയോയിൽ ഒരു സൗണ്ട് ബഗ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിരുന്നു, ഒരു വെറൈറ്റി ടൈപ്പ് സ്പീക്കർ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ആ സൗണ്ട് ബഗ് നമ്മളിതാ ഇങ്ങനൊരു സ്പീക്കറിനകത്തോട്ട് നമ്മൾ വെക്കാൻ പോവാണ്. അതായത് ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ട് ബഗ് ഉണ്ട്, അതുപോലെ ഇതിന് മേൽഭാഗത്തായിട്ട് വേറൊരു സ്പീക്കറുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ സൗണ്ട് ബഗ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാത്തപ്പോൾ സാധാരണ ഒരു സ്പീക്കറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് അറിയട്ടെ, നമുക്കത് നേരെ പണി തുടങ്ങാം. അപ്പോൾ നമ്മുടെ സൗണ്ട് ബഗ് സ്പീക്കർ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഒന്നാമത് ഒരു ബാറ്ററിയാണ്. ഇതിപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ പഴയ ഫോണിൻ്റെ ബാറ്ററി ഇല്ല, പഴയ നോക്കിയുടെ ഒക്കെ ഫോണിൻ്റെ ബാറ്ററി ഒരു 3 ഇവിടെ ഞാൻ സീരീസിൽ കണക്ട് ചെയ്തെടുത്തേക്കുന്നതാണിത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സൗണ്ട് ബഗ് തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയത് ഒരു 6 പിൻ സ്ലൈഡ് സ്വിച്ച് വേണം, അതുപോലെ തന്നെ ഒരു 3 പിൻ സ്ലൈഡ് സ്വിച്ച് വേണം. പിന്നെ നമുക്ക് പവർ ഇൻപുട്ടിൻ്റെ ചാർജർ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പിന്ന് വേണം ഫീമെയിൽ, അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കിൻ്റെ ഒരു പിന്ന് വേണം. പിന്നെ ഒരു സ്പീക്കർ വേണം, അതുപോലെ നമ്മുടെ ഒരു ഓഡിയോ ആംപ്ലിഫയർ ബോർഡ് വേണം. നമ്മുടെ വീട്ടിലുള്ള പഴയ സാധനങ്ങൾ കേടായി പോയിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ബാറ്ററികൾ എടുക്കാം, അതുപോലെ ഇഷ്ടംപോലെ സ്വിച്ചുകൾ കിട്ടും. ഇതുപോലെ ഒരു റേഡിയോ ഇപ്പോൾ കേടായി എനിക്കിവിടെ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് എനിക്കിപ്പോൾ 3.5 mm ഓഡിയോ ജാക്ക് കിട്ടിയത്. അതുപോലെ അതിനകത്ത് തന്നെയാണ് ഒരു കണക്ഷൻ പിന്ന് കിട്ടിയത് നമ്മുടെ ചാർജറിന് വേണ്ടിയിട്ടുള്ളത്. അതിനകത്ത് തന്നെയാണ് ഈ സ്പീക്കറും എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഓഡിയോ ആംപ്ലിഫയർ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചതാണ്, പക്ഷേ നമുക്ക് അതിനകത്ത് തന്നെ ഓഡിയോ ആംപ്ലിഫയർ യൂസ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് നമ്മുടെ സ്പീക്കർ ആക്കണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ആംപ്ലിഫയറിലോട്ട് നമ്മുടെ ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിലോട്ട് നമ്മുടെ ഓഡിയോ ജാക്ക് ഇവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് 2 വയർ എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററിയിലോട്ട് 2 വയർ വെച്ച് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഈ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നും കൂടെ നമ്മുടെ ബാറ്ററിയിലോട്ട് സോൾഡർ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയ സ്ലൈഡ് സ്വിച്ചാണ്, അതായത് 3 പിന്നിൻ്റെ സ്ലൈഡ് സ്വിച്ച്. ഇതിൻ്റെ ഈ റെഡ് വയർ, അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന റെഡ് വയർ ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലോട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു റെഡ് വയർ എടുത്തിട്ട് നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഏതെങ്കിലും അടുത്ത ഒരു പിന്നിലോട്ട് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സ്വിച്ചിലോട്ട് സോൾഡർ ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ അടുത്തടുത്തുള്ള 2 പിന്നേൽ വേണം സോൾഡർ ചെയ്യാനായിട്ട്, അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്ത് സോൾഡർ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്ററി നമ്മുടെ ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ആംപ്ലിഫയറിന് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് നോക്കി കണക്ട് ചെയ്യുക. നമുക്ക് ഈ ആംപ്ലിഫയറിൽ നിന്ന് റൈറ്റ് സ്പീക്കറിനും ലെഫ്റ്റ് സ്പീക്കറിനും ഓരോരോ കണക്ഷനാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെയ്തേക്കുന്നത് 2 സ്പീക്കറിൻ്റെയും ഗ്രൗണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സ്പീക്കറിനെ റൈറ്റ് സ്പീക്കറിനെ പോസിറ്റീവ് പിന്ന് ഞാനിവിടെ ഒരുമിച്ച് കണക്ട് ചെയ്ത് ഒറ്റ വയറാക്കിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എടുത്തേക്കുന്ന ഈ ഒരു സ്വിച്ചിന് ഇപ്പോൾ 8 പിന്നാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഈ സെൻറ്ററിലുള്ള 2 പിന്നിലോട്ട് കൂട്ടിയാണ് നമ്മുടെ ഓഡിയോ ഔട്ട് നമ്മൾ പോസിറ്റീവ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ മൊത്തവും 8 പിന്നുണ്ട്. ഇതിൽ ഈ നടുക്കുള്ള ഇതിനിടയ്ക്ക് ഒരു പിന്നില്ല, അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ ഒരു പിന്നെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പിന്നിൻ്റെ ഉണ്ടല്ലേ ഈ സെൻറ്ററിലുള്ളതിലോട്ടാണ് നമ്മൾ ഈ വയർ വെച്ച് സോൾഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൗണ്ട് ബഗും അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കറും എടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏതെങ്കിലും ഒരു പിന്നിലോട്ട് നമ്മുടെ ഈ 2 നെഗറ്റീവ് വയറും കൂടെ വെച്ച് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു സ്വിച്ച് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി 2 ടെർമിനലിൽ നിന്നും, അതായത് നമ്മൾ ഇവിടെ ഈ സെൻട്രൽ ഭാഗത്താണ് നമ്മുടെ ഫസ്റ്റ് വയർ കണക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഇപ്പുറത്തുനിന്നും ഓരോ വയറും കൂടെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിച്ചിൽ നിന്ന് ബാക്കി 2 വയറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഒരെണ്ണം നമ്മുടെ സ്പീക്കറിലോട്ടും അടുത്ത ഒരെണ്ണം നമ്മുടെ ഈ സൗണ്ട് ബഗ്ഗിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ബ്ലൂ ആണ് നമ്മുടെ സ്പീക്കറിലോട്ടും അതുപോലെ വൈറ്റ് സൗണ്ട് ബഗ്ഗിലോട്ടും കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് എല്ലാം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആകെ മൊത്തം ഇങ്ങനെ ഒരു നൂലാമാലയായിട്ടിരിപ്പുണ്ട്. പെട്ടെന്ന് കണ്ടാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. എന്തായാലും ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാമല്ലോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ സൗണ്ട് ബഗ്ഗായിട്ടും അതുപോലെ തന്നെ അല്ലാത്തപ്പോൾ ഒരു സാധാരണ സ്പീക്കറായിട്ടും ഉപയോഗിക്കാനുള്ള ആ ഒരു ഉദ്ദേശശുദ്ധിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഇതൊന്ന് ഓണാക്കി നോക്കിയാലേ വർക്ക് ചെയ്യുമെന്ന് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഓണാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സർക്യൂട്ടും സാധനങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം ഒരു ബോക്സിനകത്താക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു പേപ്പറിൻ്റെ സിലിണ്ടറാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ സലോ ടേപ്പിൻ്റെ റോളാണെങ്കിൽ യൂസ് ചെയ്യാം. ബ്രൗൺ ടേപ്പ് വലുതൊക്കെ മേടിക്കുമ്പോഴത്തേക്കും വലിയ റോള് നമുക്ക് കിട്ടും. ഇതുപോലെ പേപ്പറിൻ്റെ ഒരു റിങ് അതാണെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കുപ്പിയാണെങ്കിലും മതി, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കാണാനായിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കണം അല്ലേ.
ഒരു ലുക്കില്ല കാണാനായിട്ട്, ഭയങ്കര ദാരിദ്ര്യ ലുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതൊന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് കുറച്ച് വെൽവെറ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറും ഒരു ലുക്കും കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ വേസ്റ്റ് തുണി എടുത്തുകൊണ്ട് വന്നവരുണ്ട്. ഏറെക്കുറെ വേസ്റ്റ് തുണി തന്നെയാണ്. ഇവിടെ അതും ഇതൊക്കെ തയ്ച്ചതിൻ്റെയൊക്കെ മിച്ചം കിടന്നതിൻ്റെ ഒരു പീസ് വെൽവെറ്റാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ വെൽവെറ്റ് എല്ലാം നമ്മുടെ ഈ ഒരു റോളറിലോട്ട് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാവും. നമ്മുടെ സ്പീക്കറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പൊളി സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പശ യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫെവിക്കോളിൻ്റെ ഹീറ്റെക്സ് ആണ്. ഇത് പഴയ എന്തൊക്കെ വേണ്ടി ഒട്ടിക്കാനായിട്ട് മേടിച്ച കേട്ടോ. അതെങ്ങനെ ഇരിക്കുന്നത് കണ്ട ഒരു കെട്ട ലുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടെല്ലാം സെറ്റാക്കി എല്ലാം ടെസ്റ്റിങ്ങിന് വേണ്ടി വന്നു. പക്ഷേ എങ്കിൽ അപ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി തീർന്നുപോയി. ഒത്തിരി നാളായിട്ട് എടുക്കാതിരുന്ന ബാറ്ററി ആയതുകൊണ്ട് വേഗം ചാർജ് തീർന്നുപോയി. പിന്നെ ഞാനെല്ലാം ചാർജിങ്ങിനെല്ലാം ഇട്ട് നന്നായിട്ട് ചാർജായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലത്തെ ദിവസം തീർന്നുപോയി. അതാണ് പുതിയ വേറെ ബനിയനൊക്കെ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും ബാറ്ററി ഒക്കെ നന്നായിട്ട് ചാർജായി നമ്മുടെ സർക്യൂട്ടെല്ലാം സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്പീക്കർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സൗണ്ട് ബഗ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു സ്വിച്ച് മാറ്റിയിട്ടാൽ നമ്മുടെ സൗണ്ട് ബഗ് വർക്ക് ചെയ്യാൻ തുടങ്ങും. കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതാണല്ലോ ഈ സൗണ്ട് ബഗിൻ്റെ ഉദ്ദേശം. ഒന്ന് കേൾപ്പിച്ച് തരാം എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മുടെ സർക്യൂട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ബോക്സിനകത്തോട്ടാക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ബോക്സ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കാണിച്ചിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ട് ഞാനൊരു ബ്ലാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ ഇതിന് കുറേ ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പവർ ഇൻപുട്ടിന്, അതുപോലെ തന്നെ 2 സ്വിച്ചിന്, പിന്നെ ഓക്സ് കേബിളിൻ്റെ ഓഡിയോ ജാക്കിന്, അതെല്ലാം ഞാൻ ഓരോരോ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം എന്താ ഇതിനകത്തായിട്ട് നന്നായിട്ട് ഒട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കാനുള്ള നമ്മുടെ ഈ സൗണ്ട് ബഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് സ്പേസ് മിച്ചം ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ചിപ്പും കൂടെ മേടിച്ച് വെച്ചാൽ ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ബഗ് സ്പീക്കർ ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ അടിയിലെ അടപ്പ് മാത്രം എടുക്കുക. നമ്മുടെ സൗണ്ട് ബഗ് ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റി വെക്കുക. എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് ബഗ് സ്പീക്കർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ട് ബഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ ആ സർഫസ് ഒരു സ്പീക്കറായിട്ട് മാറും. മുകൾ ഭാഗത്തായിട്ട് ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സൗണ്ട് ബഗിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നേരെ സ്പീക്കറിലോട്ട് ഇടാം. എന്നിട്ട് അതുകൊണ്ട് സാധാരണ കേൾക്കുന്ന പോലെ തന്നെ പാട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സൗണ്ട് ബഗ് സ്പീക്കർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഇടയ്ക്ക് വഴി എത്തുമ്പോഴേക്കും പണി കിട്ടി പിന്നെ വർക്ക് ചെയ്യാണ്ട് വരുന്നത്. എത്ര തവണ വന്നേക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും വീണ്ടും കുത്തിയിരുന്ന് മൊത്തം അഴിച്ച് സർക്യൂട്ടൊക്കെ വീണ്ടും വിട്ടുപോയതൊക്കെ വീണ്ടും കണക്ട് ചെയ്ത് വലിയ പണിയാണ്. ഓക്കെ, ചെറുതായിട്ട് കേൾക്കാൻ തോന്നല്ലേ? എന്തായാലും ഞാനൊരു ഗ്ലാസ് വെച്ച് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സ്പീക്കറാണ് ഉണ്ടാക്കിയത്. സ്പെഷ്യൽ സ്പീക്കർ, നമ്മുടെ സൗണ്ട് ബഗും അതുപോലെ തന്നെ ഒരു സ്പീക്കർ, ഒരു സാധാരണ സ്പീക്കറിലും കൂടെ സെറ്റ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി സ്പീക്കർ ഉണ്ടാക്കി. നമ്മുടെ വീട്ടിൽ നിന്ന്, എനിക്കിപ്പോൾ ഇവിടുന്ന് ഞാൻ പുറത്തുനിന്ന് കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. ആംപ്ലിഫയറിൻ്റെ ബോർഡ് മാത്രം ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഓരോ സ്വിച്ചും അതുപോലെ കാര്യങ്ങളും ഒക്കെ ഓരോരോ ടോയ്സ് ഒക്കെ പൊട്ടി പോകുമ്പോൾ എടുത്ത് വെക്കുന്നേ. അതായത് ഇപ്പോഴുള്ള പണ്ടത്തെ ടോയ്സ്. ഓക്കെ, ഇപ്പോൾ ടോയ്സ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് യൂസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു DIY പ്രൊജക്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഓരോ സാധനങ്ങളും നമുക്കങ്ങനെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്പീക്കർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.